ന്യൂസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ടൈറ്റിൽ ഈ വേർഡ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. റമദാൻ റോഡ് ഫെറ്റാലിറ്റീസ് സർജ് ബൈ 27% ഇൻ സൗദി അറേബ്യ. അതോറിറ്റീസ് സ്റ്റെപ്പ് അപ്പ് എഫേർട്സ് ടു കോമ്പാറ്റ് റൈസിംഗ് റോഡ് ആക്സിഡൻറ്റ്സ് ഡ്യൂറിങ് റമദാൻ. ഇത് 2024 മാർച്ച് 15 വന്ന വാർത്തയാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്. ദുബായിൽ നിന്ന് വന്ന ഒരു ഗൾഫ് ന്യൂസിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. The Saudi General Authority for Roads has reported a significant increase in road accident fatalities during Ramadan, with deaths surging by approximately 27% before iftar. അത് മാത്രമല്ല, there is a 10% rise in fatalities before the dawn prayer, നമ്മളുടെ പുലർച്ച ഉള്ള സമയം. In response, the authority has intensified its efforts to ensure road safety, conducting over 112 inspection tours in February 2024, including reviews of road project designs and checks on road construction materials. ഇത് യഥാർത്ഥത്തിൽ ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്തെന്ന് അറിയാം, എന്നാലും ബാക്കിയൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ബാക്കി വാർത്തയുടെ ഒരു ഭാഗം പറയുന്നത് ഇതാണ്. Fatigue resulting from lack of sleep or insufficient eating and drinking during fasting hours was identified as a significant contributor affecting drivers' ability to focus and control their vehicles. Road congestion also played a role. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെയും കറങ്ങി തിരിഞ്ഞ് വരുന്നത് ഈ ഡ്രിങ്കിങ്, അതിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈറ്റിംഗ് പ്രശ്നം. അപ്പോൾ ഡീഹൈഡ്രേഷൻ ആൻഡ് ഹൈപ്പോഗ്ലൈസീമിയ ഇത് തന്നെയാണ് അവിടെ പ്രശ്നമായിട്ട് വീണ്ടും പറയുന്നത്. ഇത് യുക്തിവാദികളുടെ പത്രമൊന്നുമല്ല, ഇത് ഗൾഫ് ന്യൂസും അതുപോലെ പാകിസ്ഥാനിലെ ന്യൂസും ഒക്കെയാണ് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിൽ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഏവിയേഷൻ സെക്ടറിൽ ഇത്തരം ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്ത് കാണില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ചേർക്കാനുണ്ടോ? പറഞ്ഞു തന്നെയാണ്. എന്നാലും ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് 27% ഫേറ്റാലിറ്റീസ് കൂടിയിരിക്കുന്നത്. ഫേറ്റാലിറ്റീസ് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി അവർ മരിച്ചവരുടെ എണ്ണം മാത്രമാണ്, അല്ലാതെ ആക്സിഡൻസിൽ ആയവരുടെ എണ്ണം അല്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അതെന്ന് പറയുന്നത് 1/3. ഓൾമോസ്റ്റ് 30%. യെസ്, അതെ, അതാണ് അതിലൊരു കീ പോയിന്റ്. അതാണ്, ശരിയാണ്. 1/3 അല്ലെങ്കിൽ പോട്ടെ, ഒരു 4/1 എങ്കിലും, ഞാനൊരു സമാധാനത്തിന് 4/1 ആളുകൾ മരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് സിമ്പിൾ ഒരു കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി റമദാനിൽ മരിച്ച ഹൂറികൾ പെട്ടെന്ന് കിട്ടുമോ, ഇനി അങ്ങനെ വല്ല കാരണം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്ഷമിച്ചേക്ക്. ഇനി മനഃപൂർവ്വം കൊണ്ടുപോയി ഇടിപ്പിച്ച് ചാവാൻ നോക്കണാണോ എന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം. ഇത് പറഞ്ഞതാണ്, മിഡിൽ ഈസ്റ്റിൽ വിചാരിക്കുമ്പോൾ വണ്ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഓടുന്നത്, അതുകൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ റമദാൻ മാസത്തിൽ മാത്രം ഇങ്ങനെ ഒരു 27% ഇൻക്രീസ്? എല്ലാ മാസവും സ്പീഡിൽ പോകണല്ലോ. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ വാർത്ത ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രമല്ല അവിടെ ഈ റൂൾസ് വെച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് പെഡസ്ട്രിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, വണ്ടി ഭയങ്കര സ്പീഡിൽ പോകുന്നതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ നടന്നു പോകുന്ന ആളുകൾ അതിപ്പോൾ സിറ്റി ഏരിയയിലാണല്ലോ കൂടുതൽ ഈ നടന്നു പോകുന്നതും, അതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയ പോലെ ഒന്നും റോഡ് ക്രോസ് ചെയ്യാനൊന്നും കഴിയില്ല. എന്നാൽ പോലും അവർ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം, കാരണം ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അത് മാത്രമല്ല, ചില സമയങ്ങളിൽ ഇതുപോലെ റോഡിൻ്റെ സൈഡിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഉള്ളിലേക്ക് ഇതുപോലെ വണ്ടികൾ ഇടിച്ചു കയറുകയും അങ്ങനെ ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങളും അവിടെ മുന്നേ വാർത്തയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ തവണയാണ് ഉംറ കഴിഞ്ഞിട്ട്, നോമ്പിൻ്റെ സമയത്ത് ഉംറ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ബസ് അപകടത്തിൽപ്പെട്ട് കത്തി അതിനകത്ത് കുറേ പേര് മരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ സംഭവിക്കുന്നു. അപ്പോൾ ഇത് വാർത്ത അങ്ങനെയാണ് പോകുന്നത്. ഇനി എനിക്ക് തോന്നുന്നു കൂടുതൽ ഇതിനകത്തൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? എല്ലാ സംഭവങ്ങളും കവർ ചെയ്തും പോയിന്റ്സ്